മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ പി.വി. അൻവർ എം.എൽ.എ വെട്ടി അരിഞ്ഞ് പുഴയിൽ തള്ളുമെന്നാണ് സി.പി.എം പ്രവർത്തകർ പാർട്ടി സെക്രട്ടറിയുടെ ആഹ്വാനത്തെ തുടർന്ന് നാടുനീളെ അലറി വിളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ പരസ്യമായി ആരോപണം ഉന്നയിച്ച പി.വി. അൻവർ എം.എൽ.എക്കെതിരെ നിലമ്പൂരിൽ നടത്തിയ സി.പി.എം പ്രതിഷേധത്തിലായിരുന്നു ഈ കൊലവിളി. എം.എൽ.എയുടെ ആരോപണത്തിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇത് നടക്കുന്നത്. സി.പി.എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിലമ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടന്നത്. ചെങ്കൊടി തൊട്ട് കളിക്കണ്ട എന്ന ബാനറും അൻവറിൻ്റെ കോലവുമായാണ് പ്രകടനം നടന്നത്. ഗോവിന്ദൻ മാഷ് കൈഞ്ഞൊടിച്ചാൽ വെട്ടിയരിഞ്ഞ് പുഴയിൽ തള്ളും, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ കൈയും കാലും വെട്ടിമുറിക്കും എന്നിങ്ങനെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രതിഷേധം. മലപ്പുറം ജില്ലയിലെ പ്രതിഷേധത്തിന് പുറമെ കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിലും കോട്ടയത്തും പ്രവർത്തകർ ഇടത് എം.എൽ.എക്കെതിരെ കൊലവിളി മുഴക്കിയിരിക്കുന്നു. പി.വി. അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്ന് എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ വാർത്താ സമ്മേളനം വിളിച്ച് ഇടത് എം.എൽ.എ ഇനി മുതൽ നിന്നു കത്താനാണ് തീരുമാനമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം പുതിയ പാർട്ടി രൂപീകരിക്കുന്നത് ആലോചിക്കുന്നുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഭാഗമായി ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും നേരിട്ടെത്തി ജനങ്ങളെ കാണുമെന്നും നിലമ്പൂർ എം.എൽ.എ പ്രഖ്യാപനം നടത്തി. നിലമ്പൂരിൽ അൻവറിൻ്റെ കോലവും സി.പി.എം പ്രവർത്തകർ കത്തിച്ചു. മലപ്പുറത്ത് സി.പി.എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടവണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അൻവറിനെതിരെ പ്രകടനം നടന്നു. എടവണ്ണയിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും നടത്തി. പ്രകടനത്തിൽ അൻവറുമായി അടുത്ത ബന്ധമുള്ള പ്രവർത്തകരും പങ്കെടുത്തു. എടവണ്ണയിലെ പ്രകടനത്തിൽ അൻവറിനെതിരെ ഉയർന്നു കേട്ടതെല്ലാം കൊലവിളി മുദ്രാവാക്യങ്ങളായിരുന്നു. നേതാക്കൾക്കെതിരെ തിരിഞ്ഞാൽ കൈയും വെട്ടും കാലും വെട്ടുമെന്നും പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ തിരിച്ചടിക്കും കട്ടായമെന്നുമുള്ള കൊലവിളി നടത്തിക്കൊണ്ടാണ് പ്രകടനങ്ങൾ നടന്നത്. അൻവർ കുലംകുത്തിയാണെന്നും തെമ്മാടിയാണെന്നും മുദ്രാവാക്യം വിളി ഉണ്ടായി. പൊന്നയെന്ന് വിളിച്ച നാവിൽ പോടാ എന്ന് വിളിക്കാൻ അറിയാമെന്നും സി.പി.എം പ്രവർത്തകർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കക്കാനും മുക്കാനും വൺമാൻ ഷോ നടത്താനും പാർട്ടി ഉപയോഗിച്ചു. അത് നടക്കാതെ വന്നപ്പോൾ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുവെന്നും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. അൻവറിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന എടവണ്ണ ഏരിയ കമ്മിറ്റിയുടെ പ്രകടനത്തിലാണ് ഭീഷണി ഉയർന്ന മുദ്രാവാക്യം വിളികൾ കൂടുതൽ ഉയർന്നത്. അൻവർ സി.പി.എം നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ നടത്തുന്ന ആക്ഷേപങ്ങൾക്കെതിരെ സി.പി.എം പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന് എം.വി. ഗോവിന്ദൻ ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന് പിറകെയാണ് അൻവറിനെതിരെ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധത്തിനിറങ്ങിയിരിക്കുന്നത്. പി.വി. അൻവർ വലതുപക്ഷത്തിൻ്റെ കയ്യിലെ കോടാലിയാണെന്നാണ് സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറയുന്നത്. പോളിറ്റ് ട്യൂബർ നടക്കുന്ന ഡൽഹിയിൽ നിന്നും പാർട്ടിയെ പ്രതിരോധിക്കാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പി.വി. അൻവറിൻ്റെ നിലപാടിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നതും ഈ കോടാലിയിൽ നിന്നുള്ള രക്ഷ തേടിയാണ്. ഗോവിന്ദൻ്റെ ആഹ്വാനത്തിന് പിറകെ ചെങ്കൊടി തൊട്ട് കളിക്കണ്ട എന്ന മുദ്രാവാക്യം എഴുതിയ ബാനറുകളുമായി അൻവറിനെതിരെ കൊലവിളിയാണ് നിലമ്പൂർ നഗരത്തിൽ സി.പി.എം പ്രവർത്തകർ നടത്തിയത്. ഗോവിന്ദൻ മാഷ് ഒന്ന് ഞൊടിച്ചാൽ കൈയും കാലും വെട്ടിയെടുത്ത് പുഴയിൽ തള്ളുമെന്ന് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് സി.പി.എം പ്രവർത്തകർ നിലമ്പൂരിൽ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ പുറത്താക്കാനും കുലംകുത്തിയാക്കാനും ടി.പി. ചന്ദ്രശേഖരനെ പോലെ 51 വെട്ടിന് ഇല്ലാതാക്കാനും ഒക്കെ സി.പി.എമ്മിന് അറിയാം. അൻവറിൻ്റെ നിലപാടിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന ആഹ്വാനം തന്നെ അൻവറിനെതിരെയുള്ള പാർട്ടി സെക്രട്ടറിയുടെ കൊലവിളിയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ അൻവർ ഒരു പടി മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. കാരണം ഇനി അൻവറിൻ്റെ മേൽ കൈവെക്കാൻ ഏതൊരു സി.പി.എം സഖാവും എന്തിനും കൂലിപ്പട വന്നാലും ഒന്ന് ഭയക്കും. ഗോവിന്ദൻ്റെ വാക്കുകൾ കേട്ട് അരപ്പിരി ആർക്കിളകിയാലും ആദ്യം അറസ്റ്റിലാവുക ഗോവിന്ദനും പിണറായിയുമായിരിക്കും.